നമസ്കാരം, ഞാൻ ബൈജു നായർ. നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. അടുത്ത കാലത്ത് നമ്മുടെ വീഡിയോകളിൽ ഏറ്റവും അധികം ശ്രദ്ധിക്കപ്പെട്ട ഒരു വീഡിയോ ഒരു വിദ്യാഭ്യാസ സ്ഥാപനത്തെക്കുറിച്ചായിരുന്നു. ആ വിദ്യാഭ്യാസ സ്ഥാപനത്തിന് മുന്നിലാണ് ഞാൻ നിൽക്കുന്നത്. നിങ്ങൾക്ക് കാണാവുന്ന പോലെ ചിന്മയ വിശ്വവിദ്യാപീഠ് ഡീം ടു ബി യൂണിവേഴ്സിറ്റിയാണിത്. ഇത് എറണാകുളത്തെ പിറവത്തിനടുത്ത് ഓണക്കൂറിലാണ്. അന്ന് ഈ ഒരു വീഡിയോ കണ്ട് പലരും അന്തം വിട്ടുപോയി. കാരണം വെച്ചാൽ ഇത്രയും വലിയ ഒരു സ്ഥാപനം, ഇത്രയും വലിയ ഒരു ഡീം ടു ബി യൂണിവേഴ്സിറ്റി ഇത്ര വലിയൊരു ക്യാമ്പസിൽ കേരളത്തിൽ വന്നിട്ടുണ്ട് എന്നുള്ളത് ഞാൻ ഉൾപ്പെടെ പലരും അറിഞ്ഞത് ആ വീഡിയോ കണ്ടപ്പോഴാണ്. അല്ല, ഞാൻ അതിന് മുമ്പ് കണ്ടു കേട്ടോ, അതെങ്കിൽ മാത്രമല്ല വീഡിയോ ചെയ്യാൻ പറ്റും. എങ്കിൽ പോലും അതിനുശേഷം ഇപ്പോൾ എനിക്ക് തോന്നുന്നു 2-3 മാസങ്ങൾ കഴിഞ്ഞു. 2-3 മാസങ്ങൾ കഴിഞ്ഞപ്പോൾ എന്തൊക്കെയാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്ന മാറ്റങ്ങൾ എന്നൊന്ന് അറിയാൻ വേണ്ടിയാണ് ഞാൻ വന്നിരിക്കുന്നത്. വളരെ കൗതുകമുള്ള കാര്യമാണ്. കാരണം അന്ന് ബിൽഡിങ്ങുകളിൽ പലതും കൺസ്ട്രക്ഷൻ്റെ തുടക്കത്തിലൊക്കെ ആയിരുന്നു. പക്ഷേ 2-3 മാസം കൊണ്ട് തന്നെ വലിയ മാറ്റങ്ങളാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത്. എന്ന് തന്നെയുമല്ല, ധാരാളം കുട്ടികളുടെ ഇപ്പോൾ ജോയിൻ ചെയ്തിരിക്കുന്നു, പുതിയ കോഴ്സുകളൊക്കെ ആരംഭിക്കുന്നു. മറ്റൊരു വലിയ സംഭവം നടന്നിരിക്കുന്ന IBM എന്ന ലോകത്തിലെ ഏറ്റവും വലിയൊരു IT കമ്പനിയുമായിട്ട് ടൈപ്പ് ഈ ഒരു യൂണിവേഴ്സിറ്റിക്ക് വന്നിരിക്കുന്നു. അത്തരം പല കാര്യങ്ങളാണ്. അപ്പോൾ അത്തരം കാര്യങ്ങളെപ്പറ്റിയൊക്കെ സംസാരിക്കാൻ വേണ്ടി നിങ്ങൾക്കെല്ലാം പരിചിതമായൊരു മുഖം ഇവിടെ ഉണ്ട്. അത് അനുപമ മിസ്സാണ്. കഴിഞ്ഞ വീഡിയോയിൽ പ്രത്യക്ഷപ്പെട്ടത് അനുപമ മിസ്സായിരുന്നു. കൂടാതെ പ്രൊഫസർ വിജയൻ സാർ 30 വർഷത്തോളം IIT ചെന്നൈയിൽ ഫിസിക്സ് അധ്യാപകനായിരുന്നു. അദ്ദേഹം ഇവിടെ ഫിസിക്സിൻ്റെ ഡിപ്പാർട്ട്മെൻറ്റൊക്കെ ഒന്ന് എന്താ പറയുക, തുടക്കം തൊട്ട് തന്നെ ഒന്ന് ഗംഭീരമാക്കി എടുക്കാൻ വേണ്ടി വന്നിരിക്കുന്ന ആളാണ്. അപ്പോൾ ഈ രണ്ടുപേരാണ് ഇന്ന് നമ്മളോടൊപ്പം സംസാരിക്കാൻ പോകുന്നത്. ഇന്നിപ്പോൾ അക്കാഡമിക് കാര്യങ്ങളൊന്നും അല്ല അധികം സംസാരിക്കാൻ പോകുന്നത്. എന്തൊക്കെ മാറ്റങ്ങളാണ് ഇവിടെ വന്നിരിക്കുന്നത് എന്നുള്ളതാണ്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, കേരളത്തിൽ ഇത്രയും വിശാലമായ ഒരു ക്യാമ്പസിൽ ഇത്രയും വലിയൊരു യൂണിവേഴ്സിറ്റി എന്ന് പറയുന്നത് നമ്മളെയൊക്കെ അമ്പരപ്പിക്കുന്ന കാര്യമാണ്. നമ്മൾ പ്രതീക്ഷിക്കാത്ത പല കാര്യങ്ങളും ഇപ്പോൾ തന്നെ ഇവിടെ കൺസ്ട്രക്ട് ചെയ്ത് വന്നിട്ടുണ്ട്. അതൊക്കെ കാണാൻ വേണ്ടിയാണ് നമ്മൾ വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മളെ കൊണ്ടുപോകാൻ വേണ്ടി, സ്ഥലങ്ങൾ കാണിക്കാൻ വേണ്ടി ഒരു ബഗ്ഗിയും ഇവിടെ എത്തിയിട്ടുണ്ട്. കാരണം ഇത്രയും വലിയ ക്യാമ്പസ് ആയതുകൊണ്ട് നടന്ന് കാണുക എന്ന് പറയുന്നത് ഈ പ്രായത്തിൽ എളുപ്പമല്ല, അല്ല സാർ? അതുകൊണ്ട് നമുക്ക് ബഗ്ഗി പോവാം. ഓക്കെ, പോവാം. അപ്പോൾ നമ്മളന്ന് വന്നതിനേക്കാളും കുറേയൊക്കെ മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. പ്രധാനമായിട്ട് ഈ റോഡ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലൊക്കെ മാറ്റം വന്നു. കാരണം അന്ന് ഇവിടെ ഇതെല്ലാം എന്താ പറയുക, ഈ കോൺക്രീറ്റ് സ്ലാബുകളും മറ്റും സ്ഥാപിച്ച് തുടങ്ങിയിട്ടേ ഉള്ളൂ. ഇപ്പം എല്ലാം ഭംഗിയായിട്ടുണ്ട്. നമ്മളന്ന് നടന്ന് മുകളിൽ വരെ പോയി സംസാരിച്ച സ്ഥലങ്ങളാണ്. ശരിക്കും പറഞ്ഞ മാറ്റങ്ങൾ വന്നുകൊണ്ടേ ഇരിക്കുകയാണ്, വന്നുകൊണ്ടേ ഇരിക്കുകയാണ്. ഇപ്പം നമ്മൾ അന്ന് കണ്ടത് കഴിഞ്ഞിട്ട് എന്തൊക്കെയാണ് പ്രധാനമായിട്ടും ഇൻഫ്രാസ്ട്രക്ചറിൽ വന്നൊരു മാറ്റം? എന്തൊക്കെയാണ് മിസ്, നമ്മൾ ബിൽഡിങ്സോ എന്തൊക്കെയാണ് ഇപ്പോൾ മാറ്റം വന്നിരിക്കുന്നത്? നമ്മുടെ എൻട്രൻസ് പോലെ നമ്മൾ കയറിയത് ഒരു സൈഡ് എൻട്രൻസ് കൂടെ ആയിരുന്നു. ഇപ്പം മെയിൻ എൻട്രൻസ് ഓപ്പൺ ആയിട്ടുണ്ട്, നമുക്കിപ്പോൾ കാണാൻ മുന്നോട്ട് പോകുമ്പോഴത്തേക്കും. പിന്നെ അതുപോലെ തന്നെ അന്നക്ഷേത്ര എന്ന് പറയുന്ന നമ്മുടെ ഒരു ബിൽഡിംഗ് ബ്ലോക്ക്, അതിന്റെ 1st 2nd ഫ്ലോർ റെഡി ആയിട്ടുണ്ട്. അതായത് അത് ക്യാന്റീനാണ്, അത് ഫുഡ് കോർട്ടാണ് ബേസിക്കലി. അന്ന് നമ്മൾ ആ കിച്ചനെ കുറിച്ചൊക്കെ മെൻഷൻ ചെയ്യുന്നുണ്ട് ആ വീഡിയോയിൽ. അപ്പൊ അന്ന് നമ്മൾ കഴിച്ചത് കൂടാതെ കൂടുതൽ സാധനങ്ങൾ ഇന്ന് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് തരുമോ? അല്ല, നമുക്ക് നോക്കാം. പിന്നെ മറ്റെന്തൊക്കെയാണ്? അന്ന് നമ്മൾ പിന്നെ പോയത് പ്രധാനമായിട്ടും ഹോസ്റ്റലായിരുന്നു. ഹോസ്റ്റലൊക്കെ ഏകദേശം കംപ്ലീറ്റഡ് ആയിരുന്നു അന്ന് തന്നെ. കംപ്ലീറ്റ് ആയിരുന്നു. കുട്ടികൾ അവിടെ താമസിക്കുന്നുണ്ട് ഹോസ്റ്റലില്. പിന്നെ എനിക്ക് തോന്നുന്നു നമ്മൾ അന്ന് വന്നതെന്ന് വ്യത്യസ്തമായിട്ടൊരു എൻട്രൻസ് ഇപ്പോൾ വന്നു മെയിൻ ബിൽഡിംഗിന്, അല്ലേ? പിന്നെ നമ്മുടെ ഒഫീഷ്യൽ ആയിട്ടുള്ള ഇനോഗ്രേഷൻ ലാസ്റ്റ് വീക്ക് കഴിഞ്ഞു. അതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം. ഞാൻ പറയാൻ വിട്ടുപോയി കേട്ടോ, കഴിഞ്ഞ ആഴ്ചയിലായിരുന്നു അല്ലേ ഒഫീഷ്യലി ഇനോഗ്രേറ്റ് ചെയ്തത്. അപ്പൊ ഇവിടെയൊക്കെ ഇപ്പൊ ഈ കളിസ്ഥലങ്ങളൊക്കെ ഏകദേശമൊക്കെ ആയി വരുന്നു. അത് സ്പോർട്സ് കോംപ്ലക്സ് ബിൽഡായി വരുന്നുണ്ട്. നെക്സ്റ്റ് ഫേസ് അതാണ്. അപ്പൊ ഇപ്പൊ അഡ്മിഷന്റെ കാര്യത്തിൽ എത്രത്തോളം കുട്ടികളൊക്കെ നമ്മൾ കണ്ടതിന് ശേഷം എന്തൊക്കെ സംഭവിച്ചു അത്തരം കാര്യങ്ങളിൽ? നല്ല റെസ്പോൺസ് ഉണ്ട് ഇപ്പോഴത്തെ അഡ്മിഷന് നമുക്ക്. കാര്യം നമ്മുടെ കോഴ്സുകളും പിന്നെ ഈ പറഞ്ഞ പോലെ നമ്മുടെ ഡീം ടു ബി യൂണിവേഴ്സിറ്റി ആണ്, കേരളത്തിലെ ഒരേ ഒരു യൂണിവേഴ്സിറ്റിയാണ്. അപ്പം സൗത്ത് ഇന്ത്യയിലെ തന്നെ ഡിനോവോ കാറ്റഗറിയിൽ ഏക യൂണിവേഴ്സിറ്റി ഡീം ടു ബി യൂണിവേഴ്സിറ്റി നമ്മുടെയാണ്, ചിന്മയാണ്. അതുപോലെ ഞാൻ നേരത്തെ IBM-ന്റെ കാര്യം കേട്ടു. ഇനി മുതൽ UG സർട്ടിഫിക്കറ്റുകളെല്ലാം IBM-ന്റെ ഒരു ലോഗോയും കൂടെ കാണും. എന്താണ് അത്? അതായത് CVVയും IBM-ഉമായിട്ട് ചേർന്ന് കൊളാബറേറ്റ് ചെയ്ത് ഇനി നമ്മൾ നമ്മുടെ UG പ്രോഗ്രാംസ് നമ്മൾ ഇനി ഓഫർ ചെയ്യുന്ന BTech ആൻഡ് BCA പ്രോഗ്രാംസ് അങ്ങനെയാണ് ഇനി വരുന്നത്. അപ്പോൾ കൊളാബറേഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ IBM-ആയിട്ടൊരു MOU സൈൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ പാർട്ടായിട്ട് നമ്മൾ ആ കരിക്കുലം ഡെവലപ്പ് ചെയ്യുന്നതും ഈ നമ്മുടെ കോഴ്സിനോട് ഇൻ്റഗ്രേറ്റ് ചെയ്ത്, അതായത് ഓരോ സെമസ്റ്ററിലും ഓരോ കോഴ്സ്, ഓരോ സബ്ജക്റ്റ് IBM-ന്റെ അവർ അവിടെ നിന്ന് സെൻഡ് ചെയ്യുന്ന ഫാക്കൽറ്റിയാണ് ഇവിടെ വന്ന് ക്ലാസ് എടുക്കുന്നത്. അത് ഫേസ് ടു ഫേസ് ഇവിടെ വന്ന് ഓഫ്ലൈൻ ആയിട്ട് അവർ ക്ലാസ് എടുക്കും. അവരാണ് അസൈൻമെന്റ്സ് ചെക്ക് ചെയ്യുന്നത്, അവരാണ് അതിന്റെ എക്സാമിനേഷൻ കണ്ടക്ട് ചെയ്യുന്നത്. അപ്പം അത് നമ്മൾക്ക് ഒരു ഇൻഡസ്ട്രിയും നമ്മുടെ ഒരു അക്കാഡമി ആയിട്ടുള്ള ഒരു ഗ്യാപ്പ് അത് നമുക്ക് ഫില്ല് ചെയ്യണം. അത് നമ്മൾ ഡീം ടു ബി യൂണിവേഴ്സിറ്റി ആകുമ്പോൾ നമുക്ക് സിലബസ് ഫ്രെയിം ചെയ്യുന്ന ഉൾപ്പെടെ ആ ഫൗണ്ടേഷൻ ലെവൽ തൊട്ട് ഏറ്റവും താഴ്ന്ന 1st സെമസ്റ്റർ തൊട്ട് നമ്മൾ ആ കുട്ടികൾക്ക്
ഇൻഡസ്ട്രി ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഒരു കരിക്കുലം സെറ്റ് ചെയ്യണം. അങ്ങനെ ഒരു ഇൻഡസ്ട്രി എക്സ്പെർട്സിനെ കൊണ്ടുവന്നു. അപ്പോൾ ഈ IBM ഫാക്കൽറ്റി ആയിട്ട് വരുന്നത് ഇൻഡസ്ട്രി എക്സ്പീരിയൻസ് ഉള്ളവരാണ്. 3 to 4 years അല്ലെങ്കിൽ 5 to 6 years അങ്ങനെ പിന്നെ ഫാക്കൽറ്റി ആയിട്ട് വരുന്നവരും. അതുകൂടാതെ അവരുടെ പിന്നെ ഏറ്റവും ഹൈ എൻഡിലുള്ള ആൾക്കാർ നമ്മുടെ ബോർഡ് ഓഫ് സ്റ്റഡീസിലുണ്ട്. അവർ സിലബസ് ഫ്രെയിം ചെയ്യും. പിന്നെ നമ്മുടെ ഫാക്കൽറ്റി ഡെവലപ്മെന്റ് പ്രോഗ്രാം സ്റ്റുഡൻസിനെ മാത്രമല്ല ഫാക്കൽറ്റീസിനെ അവർ ട്രെയിൻ ചെയ്യും. അപ്പോൾ ഈ മോഡൽ ഇൻഡസ്ട്രി ആയിട്ട് കൊളാബറേറ്റ് ചെയ്ത് ഫൗണ്ടേഷൻ ലെവൽ തൊട്ട് നമ്മൾ കുട്ടികളെ ഇൻഡസ്ട്രി റെഡിയാക്കി ആ ഗ്യാപ്പ് ഫില്ല് ചെയ്യുന്ന രീതിയിൽ പോവുക. ഇതാണ് നമ്മുടെ പ്ലാൻ. അപ്പോൾ ആ ഒരു IBM ആയിട്ടുള്ള MOU നമ്മൾ ഓൾറെഡി സൈൻ ചെയ്തു. അപ്പോൾ നമ്മുടെ ഈ സെമസ്റ്റർ ക്ലാസ് തുടങ്ങുന്ന തൊട്ട് തന്നെ ഈ IBM ആയിട്ട് ഇൻറ്റഗ്രേറ്റഡ് കോഴ്സുകളാണ്. അത് BCAയ്ക്കായാലും നമുക്കപ്പോൾ ഏറ്റവും ഇപ്പം എമർജിങ് ഇതായിട്ടുള്ള ഏരിയ ആയിട്ടുള്ള AI, സൈബർ സെക്യൂരിറ്റി, ക്ലൗഡ് ഇങ്ങനെയുള്ളതിൽ IBMന്റെ ട്രാക്കിൽ കൂടെയാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള ആ ഒരു ഇതാണ് IBMന്റെ കൊളാബറേഷൻ. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്കും ഒരു ക്യാമ്പസ് സെലക്ഷൻ്റെ സാധ്യതകളൊക്കെ കൂടുതലുണ്ട് IBM-ആയിട്ട് അല്ലേ? ലോകത്തിലെ ഏറ്റവും വലിയ IT കമ്പനികളിലൊന്നാണ് IBM മാത്രമല്ല, നമ്മൾ അടുത്ത വർഷം TCS ആണുമായിട്ടും അതുപോലെ തന്നെ ഇന്റലുമായിട്ട് ഇപ്പം ഈ വീക്കിൽ നമ്മൾ ഒരു നെക്സ്റ്റ് വീക്ക് മീറ്റിംഗ് ഉണ്ട്. അപ്പം അത് വെച്ചിട്ട് നമ്മൾ ഇന്റലിൻ്റെ ഒരു ലാബ് നമ്മൾ ഉന്നതി എന്ന് പറഞ്ഞിട്ടൊരു ലാബ് ഉണ്ട്. അപ്പോൾ അത് പ്ലാൻ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ IBMന്റെയും ഒരു ലാബാണ് നമ്മൾ ഫസ്റ്റ് ഇവിടെ ഇനീഷ്യലി അവർ നമുക്ക് തരുന്നത്. ഈ MOU കഴിഞ്ഞിട്ട് കൊളാബറേഷൻ്റെ പാർട്ടായിട്ട് ലാബ് വരും. അപ്പോൾ ഏതൊക്കെ കോഴ്സുകളിലാണെന്നാണ് പറഞ്ഞത്? ഇപ്പം ഈ ഒരു ബിടെക്കിലെ നമുക്ക് ബിടെക്കിലെ കമ്പ്യൂട്ടർ സയൻസ് ഉണ്ട്. അതുപോലെ തന്നെ ബിടെക്കിൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എന്ന് പറയുന്ന സ്പെഷ്യലൈസ്ഡ് കോഴ്സ് ഉണ്ട്. സൈബർ സെക്യൂരിറ്റി ഉണ്ട്. അതുപോലെ തന്നെ ഡേറ്റ സയൻസ് ഉണ്ട്. ഈ 4 കോഴ്സിലും ഈ IBM ട്രാക്ക് പോകും. പിന്നെ അതുപോലെ തന്നെ നമുക്ക് BCA ഈ പറഞ്ഞ ഈ IBMന്റെ കാര്യം പറഞ്ഞല്ലോ, അത് വളരെ പ്രധാനപ്പെട്ട ഒരു നീക്കമാണ്. ഇന്നത്തെ സാങ്കേതിക വിദ്യാഭ്യാസ രംഗത്ത് ഈ ഇൻഡസ്ട്രിയായിട്ട് കൊളാബറേഷൻ എന്നുള്ളതും കുട്ടികൾക്ക് ഫ്യൂച്ചറിൽ കരിയർ റിലേറ്റുള്ളൊരു അഡ്വൈസും സജഷനും ഇതൊക്കെ കൊടുക്കുക, ഒരു താങ് കൊടുക്കുന്ന പോലെയാണ്. അപ്പോൾ അത് വളരെ പിന്നെ നമ്മൾ കേൾക്കുന്നത് ഒരു ഇൻഡസ്ട്രിയിലത്തെ ലീഡേഴ്സിൻ്റെ സ്ട്രേറ്റ് ഫ്രം ദ ഹോഴ്സസ്. അപ്പോൾ അവർക്ക് അവരുടെ എഡ്യൂക്കേഷന് നല്ലൊരു അടിസ്ഥാനം കൊടുക്കാനായിട്ട് പറ്റുന്നുണ്ട്. ശരി, നമ്മളിപ്പോൾ ഈ ഒരു ക്ലാസ് റൂം എഡ്യൂക്കേഷൻ കഴിഞ്ഞ് നേരെ ഒരു സ്ഥാപനത്തിൽ ചെല്ലുമ്പോൾ ഉണ്ടാകുന്ന ഒരു അന്താളിപ്പ് ഉണ്ടാകില്ല. അതൊക്കെ പഠിച്ച് തന്നെ മുന്നോട്ട് പോകാൻ പറ്റും. അപ്പോൾ നമ്മൾ അന്ന് ഷൂട്ട് ചെയ്ത് അതിൻ്റെ മുന്നിലാണ്. അതായിരുന്നു അന്ന് ആ സമയത്ത് ഈ സ്ഥാപനത്തിൻ്റെ എൻട്രൻസ് എന്ന് പറയുന്നത്. പക്ഷേ ശരിക്കും ഇപ്പോൾ പ്രധാനപ്പെട്ട മെയിൻ എൻട്രൻസിലേക്ക് നമ്മളിപ്പോൾ എത്തുകയാണ്. അവിടെ പണി തീർന്നിട്ടില്ല, പണികൾ നടന്നുകൊണ്ടേ ഇരിക്കുന്നു. ഈ പറഞ്ഞ പോലെ ഇപ്പം ഇവർ പറയായിരുന്നു ഓരോ ദിവസം വരുമ്പോഴും ഇതിന്റെ മുഖം മാറിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ? അത് ശരിക്കും നിങ്ങളുടെ കൺമുന്നിലാണ് ഇത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു കുട്ടി വളർന്നു ഈവൻ എനിക്ക് പോലും ഞാനിപ്പോൾ രാവിലെ വന്നപ്പോഴത്തേക്കും പറയായിരുന്നു എന്തൊക്കെ മാറ്റങ്ങളാണ് സംഭവിക്കുന്നത്. നമ്മളിപ്പോൾ എവിടെ നിന്നാണ് നമ്മളിനി കണ്ടു തുടങ്ങുന്നത്? ഏറ്റവും മുകളിലേക്ക് പോകണം. ഏറ്റവും മുകളിലേക്ക്. ഓക്കെ. നമ്മൾ അന്ന് നമ്മുടെ ആദ്യത്തെ വീഡിയോ എൻഡ് ചെയ്തത് അവിടെയായിരുന്നു. അത് മെൻസ് ഹോസ്റ്റലായിരുന്നു. ഇപ്പോൾ നമ്മളിവിടെ പണി നടന്നുകൊണ്ടിരിക്കുന്നത് കാണുന്നത് പ്രധാനമായിട്ടും കാണുന്നത് ക്യാൻറ്റീനും അതുപോലെ ഫുഡ് കോർട്ട് ഏരിയയൊക്കെയാണ്. ഇവിടെ ഈ കാണുന്ന ഒരു വലിയ കുഴി പോലെ കാണുന്ന ഈ സ്ഥലത്താണ് ഇവിടുത്തെ ലൈബ്രറി വരാൻ പോകുന്നത്. അതാണ് എനിക്ക് തോന്നുന്നത് ഇവിടുത്തെ ഏറ്റവും മനോഹരമായ സ്ട്രക്ചർ അതാണ്. കാരണം ഒരു ഉരുണ്ട ഒരു ഗോളാകൃതിയിലുള്ള ഒരു ബിൽഡിംഗാണ് വരാൻ പോകുന്നത്. ഇവിടെ വരുന്നത് സ്റ്റാഫ് ക്വാർട്ടേഴ്സാണ്. കാരണം പല സ്ഥലങ്ങളിൽ നിന്നുള്ള സ്റ്റാഫൊക്കെ ഉണ്ടാകും, ഫാക്കൽറ്റി ഒക്കെ ഉണ്ടാകും. അവർക്ക് ഇവിടെ തന്നെ താമസിക്കാൻ വേണ്ടിയുള്ള ക്വാർട്ടേഴ്സാണ്. ഇപ്പോൾ ഇവിടെ ഫുൾ മിസ്റ്റാണ് അല്ലേ? മൂന്നാറിലൊക്കെ നിൽക്കുന്ന പോലെ ഉണ്ട് കേട്ടോ. ഇത്തിരി തണുപ്പ് കുറവാന്നേ ഉള്ളൂ. മൂന്നാറിൻ്റെ ഒരു ആംബിയൻസ് ആണ് ഇവിടെ വന്നിരിക്കുന്നത്. അപ്പോൾ ഞാനീ പറഞ്ഞ പോലെ ഇപ്പോൾ ഈ ഫാക്കൽറ്റി എന്ന് പറയുന്നത് നമ്മളിപ്പം പല സ്ഥലങ്ങളിൽ നിന്ന് പല രാജ്യങ്ങളിൽ നിന്ന് പോലും വരാനുള്ള സാധ്യതയുണ്ടല്ലോ അല്ലേ? അപ്പോൾ ഗസ്റ്റ് ഹൗസുകളും കാര്യങ്ങളെല്ലാം ഉണ്ട്. ഗസ്റ്റ് ഹൗസും ഇവിടെ ഇപ്പം സെമിനാർ, കോൺഫറൻസസ് അങ്ങനെ എല്ലാ കാര്യങ്ങളും നമുക്ക് ഇവിടെ വരുമ്പോൾ അവർക്ക് പുറത്തുനിന്നുള്ള എല്ലാവർക്കും വന്ന് താമസിക്കാനുള്ള സൗകര്യങ്ങൾ ഗസ്റ്റ് ഹൗസ് ഉണ്ടാവും. പിന്നെ ഇവിടെ ഫാക്കൽറ്റി, അതായത് ഓൾ ഓവർ ഇന്ത്യയിൽ നിന്നുള്ള ഫാക്കൽറ്റിയും ഔട്ട്സൈഡിൽ നിന്നുള്ള ഫാക്കൽറ്റിയും വന്നു കഴിഞ്ഞാൽ അവർക്ക് സ്റ്റേ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഫാക്കൽറ്റി. ഇത് ഫ്ലാറ്റ്സ് ആണ്, ഫാക്കൽറ്റിയുടെ അപ്പാർട്ട്മെന്റ്സ് ആണ്. അപ്പോൾ നമ്മളിപ്പോൾ ഏതെങ്കിലും വിദേശ യൂണിവേഴ്സിറ്റിയൊക്കെ ടൈപ്പ് ആയി കഴിഞ്ഞിട്ടുണ്ടോ? പല സ്ഥലത്തു നിന്നുള്ള ആൾക്കാർ ഇവിടെ ഫാക്കൽറ്റി ആയിട്ട് വന്നിട്ടുണ്ട്. പിന്നെ ഒരു പ്രൊഫസർ ശ്രീവാസ്തവ് ഫ്രം ജർമ്മനി,
അദ്ദേഹത്തിൻ്റെ താല്പര്യത്തിൽ നമ്മളിവിടെ ഒരു ഇൻ്റർനാഷണൽ കോൺഫറൻസ് ഇവിടെ നടത്താൻ പോകുന്നുണ്ട്. അത് ഡിസംബറിലാണ്, ഈ വരുന്ന ഡിസംബറിലാണ് നടത്താൻ പോകുന്നത്. അത് മെറ്റീരിയൽ സയൻസ് ആണ്. മെറ്റീരിയൽ സയൻസിനെ കുറിച്ചുള്ള ഒരു ഇൻ്റർനാഷണൽ കോൺഫറൻസ്. അതിൻ്റെ പ്രവർത്തനങ്ങൾ ഇപ്പം നടത്തിക്കൊണ്ടിരിക്കുക. പിന്നെ അതുപോലെ തന്നെ ജർമ്മൻ പ്രൊഫസേഴ്സിന്, റിട്ടയർഡ് ആയിട്ടുള്ള ജർമ്മൻ പ്രൊഫസേഴ്സിന് ഒരു സെമസ്റ്റർ നമ്മൾ ഇവിടെ വന്ന് സ്പെൻഡ് ചെയ്ത് നമ്മുടെ സ്റ്റുഡൻസിനെ പഠിപ്പിക്കാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ അത് നമ്മൾ ജർമ്മൻ ഗവൺമെൻറ് അതിന് ഫണ്ട് ചെയ്യും. അപ്പോൾ ഞങ്ങൾ അതിനുള്ള പ്രോസസ്സിലാണ് ഇപ്പോൾ. അതുപോലെ എനിക്ക് തോന്നുന്നത് ഇത് ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ഇവിടുത്തെ കുട്ടികൾക്ക് വെളിയിൽ പോയി യൂത്ത് എക്സ്ചേഞ്ച് പ്രോഗ്രാം പോലെയൊക്കെ വരാനുള്ള സാധ്യതകളുണ്ട്. അതായത് നമ്മുടെ കുട്ടികൾക്കും ഫാക്കൽറ്റികൾക്കും അവിടെ നമുക്ക് വിസിറ്റിംഗ് ആയിട്ട് 3 months സ്റ്റുഡൻറ് എക്സ്ചേഞ്ച് ആസ് വെൽ ആസ് ഫാക്കൽറ്റി എക്സ്ചേഞ്ച് അങ്ങനെയുള്ള യൂറോപ്യൻ യൂണിവേഴ്സിറ്റി വെച്ചിട്ട് നമ്മളിപ്പം ഓൾറെഡി അത് പ്രോസസ്സിലാണ് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മളിപ്പോൾ കഴിഞ്ഞ തവണ കോഴ്സുകളെ പറ്റിയൊക്കെ വളരെ വിശദമായി സംസാരിച്ചെങ്കിൽ പോലും അത് കണ്ടിട്ടില്ലാത്തവർക്ക് വേണ്ടി പെട്ടെന്നൊന്ന് പറയാമോ, എന്തൊക്കെയാണ് നമ്മുടെ ഈ ക്യാമ്പസിൽ ഇപ്പോൾ ഉള്ള കോഴ്സസും അത്തരം കാര്യങ്ങൾ? ഈ സൈക്കോളജി, പിന്നെ BEd കോഴ്സ് ഇൻ BSc BEd കമ്പൈൻഡ് കോഴ്സ് ഇൻ മാത്തമാറ്റിക്സ്, BA BEd ഇൻ ഇംഗ്ലീഷ്, പിന്നെ സാൻസ്ക്രിറ്റ് പറഞ്ഞല്ലോ. അപ്പോൾ ഇതൊക്കെ ഈ കോഴ്സുകളൊക്കെ നടക്കുന്നതാണ്. അതിൽ UG തൊട്ട് PhD വരെ ഉണ്ട്. PhD ചെയ്യുന്ന സ്റ്റുഡൻസും അതിലുണ്ട്. ചിലരെല്ലാം തീസിസൊക്കെ സബ്മിറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ACT അണ്ടറിൽ വരുന്ന BTech BCA പിന്നെ BBA വിത്ത് സ്പെഷ്യലൈസേഷൻ കോഴ്സസും. അത് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം BTech തുടങ്ങി, കഴിഞ്ഞ വർഷം തുടങ്ങി, കഴിഞ്ഞ അക്കാഡമിക് ഇയർ തുടങ്ങി. ഈ അക്കാഡമിക് ഇയറിൽ BCA സ്റ്റാർട്ട് ചെയ്യാണ്. BBA വിത്ത് സ്പെഷ്യലൈസേഷൻ. ജനറൽ BBA ഉണ്ടായിരുന്നു, BSc MSc സൈക്കോളജി, അതുപോലെ തന്നെ ഇൻ്റഗ്രേറ്റഡ് BEd, പിന്നെ സാൻസ്കൃത്. നമ്മളിപ്പോൾ പറഞ്ഞില്ല IKS ആണ്. അപ്പോൾ സാൻസ്കൃത് നമ്മുടെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഡിവിഷനാണ് സംസ്കൃത് ഡിപ്പാർട്ട്മെന്റ്. അപ്പോൾ സ്കൂളുണ്ട്, സ്കൂൾ ഓഫ് സംസ്കൃതത്തിൽ. അങ്ങനെ ഇപ്പം നമ്മൾ ഈ ഇന്ത്യൻ നോളേജ് സിസ്റ്റം എന്ന് പറയുമ്പോൾ ഇപ്പോൾ AIയിൽ നമ്മൾ ഒരു പ്രോജക്റ്റ് വർക്ക് എന്ന് പറയുന്നത് സാൻസ്കൃത് ലാംഗ്വേജിൻ്റെ നാച്ചുറൽ ലാംഗ്വേജ് പ്രോസസ്സിംഗ് എന്ന് പറയും. അപ്പോൾ അതിൻ്റെ സാൻസ്കൃത് ലാംഗ്വേജിനെ എടുത്തിട്ട് നമ്മൾ അതിൻ്റെ NLP നാച്ചുറൽ ലാംഗ്വേജ് പ്രോസസ്സിംഗ് ഞങ്ങൾ സ്റ്റുഡൻസും ഫാക്കൽറ്റിയും ഒരു പ്രോജക്റ്റായിട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതാണ് നമ്മൾ ഈ ഇന്ത്യൻ നോളേജ് സിസ്റ്റത്തിനെ എങ്ങനെ നമ്മൾ ടെക്നോളജി, സയൻസ് ആൻഡ് ടെക്നോളജിയിലേക്ക് ഇൻറ്റഗ്രേറ്റ് ചെയ്ത് കൊണ്ടുവരാം എന്നുള്ളൊരു പോസിബിലിറ്റി നമ്മൾ എല്ലാ സ്ട്രീമിലും നോക്കുന്നുണ്ട്. അതാണ് ഈ IKS അത് പറഞ്ഞിട്ട് ഇന്ത്യൻ നോളേജ് സിസ്റ്റം അല്ലെങ്കിൽ നമ്മുടെ ഡിനോവോ കാറ്റഗറി എന്ന് നമ്മൾ പറയുന്നത്. അതിപ്പം നോട്ട് ഓൺലി ഫോർ സയൻസ് ആൻഡ് ടെക്നോളജിയിലും നമ്മളത് കൊണ്ടുവരുന്നുണ്ട്. നമ്മളിവിടെ ഇപ്പം നിൽക്കുന്ന ഈ സ്ഥലത്തിനൊരു പ്രത്യേകതയുണ്ട്. ഇവിടെ നിന്നാണ് ഈ പ്രദേശത്തൊക്കെയുള്ള ഏറ്റവും മനോഹരമായിട്ടുള്ള സൂര്യോദയവും സൂര്യാസ്തമയവും. ഗംഭീര സ്ഥലം അത് കണ്ടില്ല, അവിടെയൊക്കെ മഞ്ഞിങ്ങനെ തങ്ങി നിൽക്കുന്നു. അവിടെ സൂര്യാസ്തമയമുണ്ട്. ഈ രാവിലെ എന്താ പറയുക, ഹോസ്റ്റലിൽ ഉണരുമ്പോൾ നേരത്തെ ഉണർന്നാൽ അല്ലേ സൂര്യോദയം. ഇവിടെ പണിയൊക്കെ നടക്കുന്ന കുറേ ശബ്ദങ്ങളൊക്കെ കേൾക്കുന്നുണ്ട്. വളരെ ഫാസ്റ്റായിട്ട് പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്ന് വരെയാണ് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്ന അത്തരം കാര്യങ്ങളൊക്കെ വെബ്സൈറ്റ് നോക്കിയാൽ മതി. അതിലെല്ലാ ഡീറ്റെയിൽസും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ ഇവിടെ ഹോസ്റ്റലിലെ കുട്ടികളൊക്കെ താമസമുണ്ട് അല്ലേ? ഈ കഴിഞ്ഞ വർഷത്തെ BTech സ്റ്റുഡൻസ് അവർക്കിപ്പം സെക്കൻഡ് സെമസ്റ്ററിന്റെ എക്സാമിനേഷനാണ്, ഇന്ന് തുടങ്ങുവാണ്. അപ്പോൾ ഈ May 31 ആകുമ്പോൾ സെക്കൻഡ് സെമസ്റ്റർ കംപ്ലീറ്റ് ആവും. ഒരു കോളേജിൽ അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റിയിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്ഥലം എന്ന് പറയുന്നത് ക്ലാസ് റൂമാണ്. പക്ഷേ എനിക്കിപ്പോൾ ഇവിടുത്തെ ഈ ഒരു അന്നക്ഷേത്രം കണ്ടപ്പോൾ തോന്നി എന്തോ ഗംഭീരമായ സ്ഥലമാണ്. കാരണം അധികം കുട്ടികളും കുറച്ച് തീറ്റപ്രാന്തന്മാരൊക്കെ അധികം സമയം ചിലവഴിക്കുന്ന സ്ഥലം ഇതായിരിക്കും അല്ലേ? ഇവിടുത്തെ പ്രത്യേകിച്ച് കണ്ടില്ലേ, ഇവിടുത്തെ ഒരു ഈ വ്യൂ എന്ന് പറയുന്നത് അമേസിങ് വ്യൂ ആണ്. ഇത് ഏറ്റവും ഹൈറ്റുള്ള സ്ഥലത്താണ് അല്ലേ അന്നക്ഷേത്രം നിൽക്കുന്നത്. അന്നക്ഷേത്രം എന്നൊക്കെ പറയുമ്പോൾ നമുക്കൊരു സാധാരണ ഒരു റെസ്റ്റോറൻറ്റ് രൂപഭാഗങ്ങളൊന്നുമല്ല. അത് ഇൻറ്റീരിയർ കയറുമ്പോൾ മനസ്സിലാവും. ഇതിപ്പോൾ ഇവിടെ ഉദ്ഘാടനം ചെയ്ത ഡേറ്റും കാര്യങ്ങളൊക്കെ എഴുതിയിട്ടുണ്ട്. ഇവിടെ വെച്ചായിരുന്നു തോന്നുന്നു അല്ലേ? മൊത്തത്തിൽ യൂണിവേഴ്സിറ്റിയുടെ ഉദ്ഘാടനം നടന്ന ഒരു സ്പോട്ട് ഇതായിരുന്നു തോന്നുന്നു അല്ലേ? അല്ല എന്ന് പറയാൻ പറ്റില്ല. ഈ അന്നക്ഷേത്രത്തിന്റെ ഫംഗ്ഷൻ നടന്നത് ഇവിടെ വെച്ചാണ്. അപ്പോൾ പൂജ്യ സ്വാമി സ്വരൂപാനന്ദജി ചാൻസലറാണ് അദ്ദേഹം. അതുപോലെ തന്നെ തേജോമയാനന്ദ സ്വാമി അവരൊക്കെ ഉണ്ട്. അപ്പറാവുവിനെ അദ്ദേഹത്തിന് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ കണ്ടിരുന്നു. ഞാനിപ്പോഴും ഇത്തരം യൂണിവേഴ്സിറ്റിയിലും കോളേജിലൊക്കെ കയറുമ്പോൾ ആലോചിക്കുന്നത് നമ്മുടെ മഹാരാജാസ് കോളേജിലെ ആ പൊളിഞ്ഞ ക്യാൻറ്റീനൊക്കെയാണ്. ഞാനൊക്കെ പഠിച്ച ഇതൊക്കെ കണ്ടില്ലേ. ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു ഗംഭീര സംഭവമായിട്ടാണ് ചെയ്തിരിക്കുന്നത്. വളരെ എസ്തെറ്റിക്കലി വളരെ മനോഹരമാണ്.
ഇതിപ്പോൾ നമ്മളിപ്പോൾ ഇത് ഫുള്ളി ഓപ്പൺ ആയി കഴിഞ്ഞാൽ ഹോസ്റ്റലിലെ കുട്ടികളൊക്കെ ഇവിടെ നിന്നാണ് പിന്നെ കഴിക്കാൻ പോകുന്നത് ആണ്. ഇതാണ് ഞങ്ങളുടെ നക്ഷത്രം. ഇപ്പം പക്ഷേ ഹോസ്റ്റലിൽ തന്നെയാണ് ഫുഡ്, അത് ഇങ്ങോട്ട് മാറും. ഹോസ്റ്റലിൽ കൊടുക്കുവാണ്, അതെല്ലാം ഇങ്ങോട്ട് മാറും. ഗംഭീരമായ പെയിന്റിങ്സ് ഒക്കെ ഉണ്ട്. ഇതൊക്കെ ആരാ ചെയ്തത്? നമ്മുടെ അഡ്മിനിസ്ട്രേഷൻ 1-2 സ്റ്റാഫ് ഉണ്ട്. സ്റ്റാഫ് തന്നെ വരച്ചാ അഡ്മിനിസ്ട്രേഷനിൽ വെങ്കട്ട പിന്നെ ആണല്ലേ? ഓ ഗംഭീരമായിട്ടുണ്ട്. അതുപോലെ ഇവിടെ ഭീമനാണ്. ഇത് ഭീമനാണല്ലേ? ഇത് ഭീമനാണ്. നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മളൊരു സ്വാദിഷ്ടമായിട്ടുള്ള ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആ ഭക്ഷണം നമ്മുടെ വായിൽ എത്തുന്നതിന് മുമ്പ് അതിൻ്റെ ബാക്കിൽ വളരെയധികം പ്രോസസ്സുകൾ കുറേയധികം കാര്യങ്ങൾ നടന്നിട്ടുണ്ട്. അതിൻ്റെ ഒരു ഡിപ്പിക്ഷനാണ് ഇവിടെ ഇവിടെ കാണുന്നത്. ശരിയാണ്. നമ്മളിപ്പം പാല് കറക്കുന്നതും അല്ലേ, അല്ലെങ്കിൽ അരി കൃഷി ചെയ്യുന്നത് തൊട്ടില്ല എല്ലാം നല്ല ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട്. അത് നമ്മൾ ഓർമ്മിക്കേണ്ടതാണല്ലോ, നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ ഓർമ്മിക്കേണ്ടല്ലോ. അപ്പോൾ ഇവിടെ കുട്ടികൾക്ക് ഫുഡ് എങ്ങനെ സബ്സിഡൈസ്ഡ് റേറ്റ് കൊടുക്കുകയാണോ അതോ ഫ്രീ ഫുഡാണോ? അതായത് ഞാൻ ഡേ സ്കോളേഴ്സിൻ്റെ കാര്യം ചോദിച്ചാൽ ഹോസ്റ്റലേഴ്സിന് അല്ലാതെ എങ്ങനെയായിരിക്കും? ചെറിയൊരു നമ്മുടെ സ്റ്റാഫിന് എല്ലാവരും ഇതൊരു സബ്സിഡൈസ്ഡ് റേറ്റിലാണ് കൊടുക്കുന്നത്. കുറേ പേർക്ക് അത് ഫ്രീ ആയിട്ടാണ്. അതൊരു ഒരു ബാർ വെച്ചിട്ടുണ്ട്. ബാറിൽ നമ്മൾ അതിൽ താഴെ വരുന്നവർക്ക് ഫ്രീ ആയിട്ട്, ബാക്കിയുള്ളവർക്ക് 50% അങ്ങനെ പല രീതിയിൽ. ഇതിപ്പോൾ ഒരു ചിന്മയ ട്രസ്റ്റിൻ്റെ ആണല്ലോ, നമ്മൾ ആ രീതിയിലാണ്. അപ്പോൾ ഇവിടെ വലിയൊരു അടുക്കള ഉണ്ടാകണമല്ലോ ഇതിന് പിന്നിൽ, അല്ലേ? വലിയൊരു അടുക്കള കൂടി ഉണ്ടാകണമല്ലോ ഇതിന് പിന്നിൽ. ഒരു ചിത്രം കൂടി നളൻ പാചകം ചെയ്യുന്ന ഒരു ചിത്രമുണ്ട്. ഓ, നളപാചകം, നളന്റെ പാചകമാണ് കാണുന്നത്. ശരി ശരി. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മുടെ കിച്ചനെ കുറിച്ച് മെൻഷൻ ചെയ്തു. ഇപ്രാവശ്യം എന്തായാലും നമുക്കത് കാണാം. അപ്പോൾ നമുക്കിനി അടുക്കളയിലേക്ക് പ്രവേശിക്കാം. അടുക്കളയുടെ ഇനാഗ്രേഷനും അദ്ദേഹം തന്നെയാണ് നിർവഹിച്ചത്. അടുക്കളയിലേക്കുള്ള വളരെ ചെറിയ വാതിലാണെങ്കിലും അങ്ങനെയല്ല അവിടെ ഉണ്ട്. അകത്തേക്ക് കയറി കഴിയുമ്പോഴത്തേക്കും വിശാലമായ ഷോറൂം എന്ന് പറഞ്ഞ പോലെയാണ്. ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു വലിയ ഊട്ടുപുരയുടെ പിൻഭാഗത്തുള്ള കാര്യങ്ങളെല്ലാം തന്നെ ഇവിടെ ഉണ്ട്. പക്ഷേ എല്ലാം വളരെ മോഡേൺ ആണ് അല്ലേ? ഓ ശരി. ഒരു ഫ്ലെയിംലെസ് കിച്ചൺ. ഫ്ലെയിംലെസ് ആണ്. ശരി. അതായത് ഇവിടെ പൂർണ്ണമായിട്ടും ഇലക്ട്രിക്കലാണ് എല്ലാ കാര്യങ്ങളും കൊടുത്തിരിക്കുന്നത്. ഇവിടെ ഇപ്പം ഇത് ഫങ്ഷണൽ ആയിട്ടില്ല അല്ലേ? ഇല്ല, ഇതിപ്പം ഉടനെ തന്നെ ഫംഗ്ഷൻ. അടുത്തപ്പം ക്ലാസ് തുടങ്ങുമ്പോഴത്തേക്കും ഓഗസ്റ്റിൽ നിങ്ങളൊക്കെ ഇവിടെ ജോയിൻ ചെയ്യാൻ വരുമ്പോൾ ഇവിടെ നിന്നായിരിക്കും ആഹാരം കഴിക്കാൻ പോകുന്നത്. എന്തായാലും കഴിഞ്ഞ തവണ ഞങ്ങൾ വന്നപ്പോൾ തന്നെ നല്ല ഗംഭീരമായ ഇടിയപ്പവും കറിയൊക്കെ കിട്ടിയിരുന്നു. അപ്പോൾ ഇനി വരുമ്പോൾ ദോശ അടക്കമുള്ള കാര്യങ്ങളൊക്കെ കിട്ടുമെന്നാണ് നമ്മുടെ പ്രതീക്ഷ. ശ്യാം ആ പ്രതീക്ഷ രാവിലെ വന്നിരിക്കുന്നതും. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഈ പറഞ്ഞാൽ നമ്മളൊരു കോളേജ് യൂണിവേഴ്സിറ്റി എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മുടെ മനസ്സിൽ വരുള്ളൂ. പക്ഷേ ഇവിടെ അങ്ങനല്ല. ഇവിടെ എല്ലാ കാര്യങ്ങളും വലിയ തോതിലാണ്, അതായത് ഏറ്റവും മോഡേൺ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് കൊടുത്തിരിക്കുന്നത്. കാരണം ഇപ്പോഴത്തെ ഒരു അവസ്ഥ പോലെ 85 ഏക്കറിലായിട്ട് ഇഷ്ടംപോലെ ബിൽഡിങ്സും കാര്യങ്ങളെല്ലാം വന്നു കഴിഞ്ഞു. അപ്പോൾ ഓരോന്നും ഇതൊക്കെ കൺട്രോൾ ചെയ്യാൻ വലിയൊരു സംഭവമാണല്ലോ അല്ലേ? ഇത്രയും വലിയൊരു ക്യാമ്പസിന്. നമ്മുടെ കുട്ടികളെന്ന് പറഞ്ഞാൽ അവർ ഭാവി പൗരന്മാരാണല്ലോ. ഇതൊക്കെ ആയിട്ട് പരിചയപ്പെടണല്ലോ എങ്ങനെയൊക്കെയാണ് ലോകത്തിലുള്ള കാര്യങ്ങൾ. ശരിയാണ്. തന്നെയല്ല ഈ പറഞ്ഞ പോലെ വിദേശത്തു നിന്നൊക്കെയുള്ള ഫാക്കൽറ്റീസും ഒക്കെ വരുമ്പോൾ നമ്മളൊരു ഇന്റർനാഷണൽ സ്റ്റാൻഡേർഡ് എപ്പോഴും കീപ്പ് ചെയ്യേണ്ട ഒരു ആവശ്യം കൂടെ ഉണ്ടല്ലേ? ഇവിടെ ഇപ്പോൾ ഈ കാണുന്നത് ദോശക്കല്ല കേട്ടോ ശ്യാമ, ഇത് ദോശക്കല്ല. ലക്ഷക്കണക്കിന് ദോശകൾ ഉണ്ടാകാൻ പോകുന്ന ഒരു കല്ലാണിത്. ഇതിപ്പോൾ ഫുഡ് കൗണ്ടറൊക്കെയാണ് അല്ലേ? ഇതിവിടെ നിന്നാണ് കുട്ടികൾ ഫുഡൊക്കെ എടുക്കേണ്ടത്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഇപ്പോൾ ഒരു എറണാകുളത്തുള്ള ഒരു കുട്ടി ജനിച്ചു കഴിഞ്ഞ് LKG തൊട്ട് PhD വരെയുള്ള എല്ലാ കാര്യങ്ങളും ചിന്മയുടെ സ്ഥാപനങ്ങളിൽ തന്നെ പഠിച്ച് പുറത്ത് പോകാവുന്ന ഒരു അവസ്ഥയാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. തീർച്ചയായിട്ടും തന്നെയല്ല ഈ എറണാകുളം എന്ന് പറയുന്ന സ്ഥലത്ത് ഒത്തിരി ദൂരെയല്ല. ഞാനിപ്പോൾ രാവിലെ 6:05 പുറപ്പെട്ടു, 6:45 ഇവിടെ എത്തി. 40 മിനിറ്റ് രാവിലെ എത്തി. പക്ഷേ അത് കഴിഞ്ഞാൽ കുറച്ചുകൂടി സമയം എടുത്തേക്കാം. എങ്കിൽ പോലും ഇങ്ങനൊരു ക്യാമ്പസും ഇങ്ങനത്തെ ഒരു ആംബിയൻസ് എന്ന് പറയുന്നത് തീർച്ചയായിട്ടും നമുക്ക് എറണാകുളത്തൊന്നും ഒരു സ്ഥലത്ത് പഠിച്ചാലും കിട്ടാത്തൊരു ആംബിയൻസ് ഇവിടെ ഉണ്ട്. തീർച്ചയായിട്ടും അത് നമ്മളൊന്ന് ആസ്വദിക്കാവുന്ന ഒരു പഠനമായിരിക്കും ഇവിടെ എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അപ്പോൾ നമ്മളിപ്പോൾ ഈ കണ്ടു കഴിഞ്ഞത് നോർമൽ ക്യാൻറ്റീനാണ്. പക്ഷേ ഇതിൻ്റെ മുകളിൽ ഇനി ഫുഡ് കോർട്ട് വരുന്നുണ്ട്. അതിൻ്റെ മുകളിൽ വലിയ കോൺഫറൻസ് ഹോളുകളും അല്ലേ? അത് പണി തീർന്നിട്ടില്ല. ഇനിയിപ്പോൾ ഒരു മാസം ഇവിടെ ഒരു അവധിക്കാലമുണ്ട്. ആ കാലം കൊണ്ട് എല്ലാം തീർത്തിട്ട് നിങ്ങൾ ഓഗസ്റ്റിൽ വരുമ്പോൾ ഈ പറഞ്ഞ പോലെ എല്ലാം ഫുള്ളി ഫങ്ഷണലായിരിക്കും. അപ്പോൾ ഇനി മറ്റൊന്നുണ്ട് കാര്യം ചോദിക്കട്ടെ. ഇപ്പോൾ നമ്മളിപ്പോൾ അക്കാഡമിക്സിനെ പറ്റിയാണ് ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പം അതിൽ ഈ റിസർച്ച് എന്ന് പറയുന്ന കാര്യം വളരെ ഇമ്പോർട്ടൻ്റ് ആണല്ലോ ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ. അപ്പോൾ റിസർച്ചിനുള്ള സൗകര്യങ്ങൾ എത്രത്തോളം ഉണ്ട് ഇവിടെ? ഇവിടെ ആദ്യമായിട്ട് പറയാനുള്ളത് ഇവിടെ ഫാക്കൽറ്റി എല്ലാം ക്വാളിഫൈഡ് ആണ്. PhD ഉള്ളവരും ഗൈഡൻസിനുള്ള എബിലിറ്റി ഉള്ളവരുമാണ്. ഗൈഡൻസിലുള്ള റെക്കഗ്നിഷൻ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഹ്യൂമാനിറ്റീസ് ഡിപ്പാർട്ട്മെൻറ്റുകളിലൊക്കെ ഈ PhD-കാർ ഓൾറെഡി PhD ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ചിലരെല്ലാം തീസിസ് സബ്മിറ്റ് ചെയ്യാറായിട്ടുണ്ട്.
സയൻസ് ആൻഡ് ടെക്നോളജിയിലും റിസർച്ച് നടക്കുന്നുണ്ട്. പക്ഷേ റിസർച്ച് സ്കോളേഴ്സ് ഇനി വരാൻ പോകുന്നേ ഉള്ളൂ. കാരണം ലാബെല്ലാം സെറ്റപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് നമ്മൾ. ഇപ്പോൾ AI-ലെ എന്തോ റിസർച്ചിനെ കുറിച്ച്. അതെ, കെമിസ്ട്രി ലാബിന് ഇപ്പോൾ ഓൾറെഡി ഒരു 80 lakhs ഫണ്ട് പ്രോജക്റ്റ് അപ്രൂവ്ഡ് ആയിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്കൊരു AI ആൻഡ് ഇന്നോവേഷൻ ലാബിന് ഏകദേശം ട്രൂ കോഴ്സ് അപ്രൂവ്ഡ് ആയിട്ടുണ്ട് ഓൾറെഡി. അപ്പം അതിൽ നമുക്ക് ലാബ് ഇന്നോവേഷൻ സെൻറ്റർ ആയിട്ട് സെറ്റ് ചെയ്തു. അത് സെപ്പറേറ്റ് ബിൽഡിംഗ് ആയിട്ടായിരിക്കും വരുന്നത്. അവിടെ നമുക്ക് ഒരു ഓൺടർപ്രണർഷിപ്പും ആസ് വെൽ ആസ് റിസർച്ചും കൂടെ ചേർന്നിട്ട് ഒരു ഇന്നോവേഷൻ സെൻറ്റർ എന്ന് പറഞ്ഞിട്ട് ഒരു സെപ്പറേറ്റ് ബിൽഡിംഗാണ് വരുന്നത്. അതിൽ ഈ ലാബുകളെല്ലാം തന്നെ വരും. നമ്മുടെ റിസർച്ചുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ ലാബുകളും വരും. ഓരോ പ്രൊഫസേഴ്സും അതാത് മേഖലകളിൽ അവരുടെ റിസർച്ച് പ്രോജക്ട്സ് ഉണ്ടാവും. അപ്പോൾ സ്റ്റുഡൻസിന് നമുക്ക് 2 ഓപ്ഷൻസ് ഉണ്ട്. ഒന്നുകിൽ അവർക്ക് പുറത്ത് കമ്പനിയിൽ പോയി ഇന്റേൺഷിപ്സ് അല്ലെങ്കിൽ അങ്ങനെ ചെയ്യാം, അല്ലെങ്കിൽ നമ്മുടെ ഈ ഫണ്ടഡ് പ്രോജക്റ്റുകളുണ്ട് നമ്മുടെ പ്രൊഫസേഴ്സിൻ്റെ. അപ്പോൾ അവരുടെ അണ്ടറിൽ അവർക്ക് അങ്ങനെയും ചെയ്യാം. അതും നമുക്കൊരു ഇന്റേണായിട്ട് പോസിബിലിറ്റി ഉണ്ട്. ഇന്റേണായിട്ട് അവരെ കൺസിഡർ ചെയ്യാൻ പറ്റും. ഒരു ചെറിയ പേയ്മെൻറ്റ് നമുക്ക് കൊടുക്കാൻ പറ്റും. നമ്മുടെ ഫണ്ടഡ് പ്രോജക്റ്റിൽ ഫണ്ടിങ് ഉള്ളതാണ്. അപ്പോൾ കുട്ടികൾക്ക് ഇന്റേൺഷിപ്പ് അവിടെ വന്ന് ചെയ്യാം, നമ്മുടെ അണ്ടറിൽ ചെയ്യാം. നമ്മൾ എടുത്തിരിക്കുന്ന ടെക്കപ്പ് ചെയ്തിരിക്കുന്ന പ്രോജക്റ്റിൻ്റെ പാർട്ടായിട്ട് അവർ ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് ഇന്റേൺഷിപ്പ് സർട്ടിഫിക്കറ്റ് പ്രൊവൈഡ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി. പിന്നെ ഈ പ്രോജക്റ്റിലെല്ലാം പ്രോജക്റ്റ് പൊസിഷൻസ് ഉണ്ട്. പ്രോജക്റ്റ് അസോസിയേറ്റ്, JRF, അങ്ങനെയുള്ളവർക്കൊക്കെ ഇവിടെ ജോയിൻ ചെയ്ത് PhD-ക്ക് കണ്ടിന്യൂ ചെയ്യാനായിട്ട്. ഓഫ് കോഴ്സ് ഇപ്പോൾ നെറ്റ് ക്വാളിഫിക്കേഷൻ വേണം. അതെടുത്തു കഴിഞ്ഞാൽ അവർക്ക് PhD-ക്ക് രജിസ്റ്റർ ചെയ്യാൻ പറ്റും. അത് സയൻസിലും തുടങ്ങണം നമ്മൾ. ഇപ്പോൾ നേരത്തെ പറഞ്ഞ മാതിരി കെമിസ്ട്രിയിൽ കിട്ടിയിരിക്കുന്ന പ്രോജക്റ്റ് ഒരു ബിഗ് പ്രോജക്റ്റാണ്. അതിൻ്റെ ഉദ്ദേശം നേരത്തെ പറഞ്ഞ മാതിരി ഈ നമ്മുടെ മോഡേൺ മെത്തേഡ് അനുസരിച്ച്, സയൻറ്റിഫിക് മെത്തേഡ് ഓഫ് റിസർച്ച് അനുസരിച്ച് നമ്മൾ പണ്ടത്തെ നോളജ്, IKS റിലേറ്റഡ് ആയിട്ടുള്ള നോളജ്, നമുക്ക് ചില ഹെർബിനെ കുറിച്ച് അങ്ങനെയുള്ള കെമിക്കൽ അത് നമ്മൾ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യാം. ശരിയാണ്. നമ്മളിപ്പോൾ ഈ പലപ്പോഴും നമ്മൾ ഒരു അസുഖം വന്നാൽ ഈ പഴയ ആൾക്കാരൊക്കെ ആ മരുന്ന് കുറച്ച് നെറ്റിയിട്ടാൽ മതി എന്നൊക്കെ പറയുന്ന സാധനങ്ങൾ ശരിക്കും സയന്റിഫിക്കലി അത് നമുക്ക് സയന്റിഫിക്കലി പ്രോബ്ലം ഐസൊലേറ്റ് ചെയ്തെടുക്കാൻ ഇതായിട്ട് ഉപയോഗപ്രദമായിട്ട് ഉപയോഗിക്കാനും പറ്റും. അതാണ് അതിൻ്റെ ഉദ്ദേശം. അപ്പോൾ നമ്മളിപ്പോൾ പറഞ്ഞത് ഇവിടുത്തെ ഗവേഷണത്തെ പറ്റിയാണ്. പക്ഷേ ഇവിടുത്തെ ഒരാൾ ആർട്ടിക് സർക്കിളിൽ പോയി ഗവേഷണം നടത്താൻ പോവാണ്. അപ്പോൾ നിങ്ങൾ ഇനി സെപ്റ്റംബറിലൊക്കെ ആരെങ്കിലും ആർട്ടിക് സർക്കിളിൽ പോകുമ്പോഴത്തേക്ക് അവിടെ അനുവാമിസിൻ്റെ മുഖച്ചായുള്ള ഒരാളെ കണ്ടു എന്ന് തോന്നിയാൽ അത് അനുവാമിസ് തന്നെ ആയിരിക്കും അല്ലേ? ആർട്ടിക് സർക്കിളിൽ പോവാണ് റിസർച്ചിനായിട്ട്. എന്താണ് സംഭവം? എന്താണ് അത്? മിനിസ്ട്രി ഓഫ് എർത്ത് സയൻസിൻ്റെ ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ അണ്ടറിൽ NCPR നാഷണൽ സെൻറ്റർ ഫോർ പോളാർ ആൻഡ് ഓഷൻ റിസർച്ച് എന്ന് പറഞ്ഞിട്ട് ഗോവയിൽ ഒരു ഏജൻസി ഉണ്ട്. അപ്പോൾ അവർ നമ്മളെ ഇതുപോലെ തന്നെ ഒരു ഇന്ത്യക്ക് ആർട്ടിക്കിൽ ഒരു ഹിമാദ്രി എന്ന് പറഞ്ഞൊരു സ്റ്റേഷനുണ്ട്. അപ്പോൾ ഈ സ്റ്റേഷനിൽ നമുക്ക് അറ്റ് എ ടൈം ഒരു 8 സയൻറ്റിസ്റ്റ് അവർ ചൂസ് ചെയ്യുന്ന സയൻറ്റിസ്റ്റിനെ അവിടെ പോയി നമുക്ക് സ്റ്റേ ചെയ്ത് അവിടുന്ന് ഡേറ്റ കളക്ട് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. അപ്പം അതിൻ്റെ പാർട്ടായിട്ട് നമ്മുടെ ചിന്മയ വിശ്വവിദ്യാപീഠിൻ്റെ ഒരു പ്രോജക്റ്റ് പ്രൊപ്പോസൽ അപ്രൂവ്ഡ് ആയി. അപ്പം അതിൻ്റെ ഒരു ബർത്ത് അലവൻസ് നമുക്ക് ബർത്ത് അവർ അലോക്കേറ്റ് ചെയ്തിട്ടുണ്ട് സെപ്റ്റംബറിൽ. അപ്പോൾ ഒരാൾക്ക് അവിടെ പോയി സ്റ്റേ ചെയ്ത് 30 days അവിടെ സ്റ്റേ ചെയ്യാം. അത് കംപ്ലീറ്റ്ലി ഇന്ത്യ ഗവൺമെൻറ് ഫണ്ട് ചെയ്യുന്ന പ്രോജക്റ്റാണ്. അപ്പോൾ സെപ്റ്റംബർ പോകുമ്പോഴത്തേക്ക് ഏറ്റവും കോൾഡസ്റ്റ് വെതർ ആയിരിക്കും? അല്ല, സമ്മർ തീരുന്ന ഒരു ജൂൺ, ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ സമ്മറാണ്. അപ്പം സെപ്റ്റംബർ ആകുമ്പോൾ ഏകദേശം ഒരു ഓട്ടമിലേക്ക് പോകുന്നൊരു എന്നാലും സമ്മർ തന്നെയാണ്. കാര്യം 24 hours ഡേ ലൈറ്റ് ഉണ്ട്. അപ്പോൾ കൺഗ്രാറ്റ്സ്. ഓക്കെ, താങ്ക് യു. ആർട്ടിക് സർക്കിൾ വരികയാണ് അവിടെ വെച്ചാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇനി കാണാനുള്ളത് നമ്മൾ അന്ന് കണ്ടു കഴിഞ്ഞ അക്കാഡമിക് ബ്ലോക്കിൽ വന്നിരിക്കുന്ന മാറ്റങ്ങളാണ്. അതുകൂടെ കണ്ടിട്ട് നമുക്ക് അവസാനിപ്പിക്കാൻ തോന്നുന്നു. കാരണം പിന്നെ എല്ലാം കൂടെ തീർന്നിട്ട് നമുക്ക് അവസാനം ഒരു വരവും കൂടെ വരാം. ഇപ്പോൾ ഏതായാലും ഇപ്പം മാറ്റം സംഭവിച്ച അക്കാഡമിക് ബ്ലോക്ക് കൂടെ കാണാം. നമ്മുടെ വണ്ടി ഇവിടെ റെഡി ആയിട്ട് കിടക്കുന്നുണ്ട്. നമ്മുടെ ഡ്രൈവറെ കൂടെ വിളിച്ചാൽ സ്റ്റാർട്ട് ചെയ്യാം. നമ്മളിപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന അക്കാഡമിക് ബ്ലോക്കിൻ്റെ സൈഡാണ് അല്ലേ? അതുപോലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണല്ലോ സ്പോർട്സിന് എന്തൊക്കെയാണ് നമുക്ക് ഇവിടെ ഉള്ള കാര്യങ്ങൾ വരാൻ പോകുന്നത്? സ്പോർട്സിന് ഏറ്റവും ഇമ്പോർട്ടൻസ് കൊടുത്താണ് ഇത് നമ്മൾ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. കാര്യം സ്പോർട്സ് കോംപ്ലക്സ് ആസ്വദിച്ച് എല്ലാ സ്പോർട്സ് ആക്ടിവിറ്റീസും നമ്മുടെ അവൈലബിൾ ആയിട്ടുള്ള എല്ലാ സ്പോർട്സ് ആക്ടിവിറ്റീസും കുട്ടികൾക്ക് കൊടുക്കാവുന്ന രീതിയിലുള്ള ഒരു ഡിസൈനാണ് ഇതിനകത്ത്. ഇനീഷ്യൽ പ്ലാനിങ്ങിൽ തന്നെ അത്രയ്ക്ക് ഇമ്പോർട്ടൻസും അത്രയ്ക്ക് സ്പേസും ആണ് അതിന് അലോക്കേറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതിപ്പോൾ സെക്കൻഡ് ഫേസിൽ അതിൻ്റെ കൺസ്ട്രക്ഷൻ ആണ്. ഇപ്പോൾ ഫസ്റ്റ് ഫേസ് അക്കാഡമിക് ബ്ലോക്കും ഈ കണ്ടതെല്ലാം ഫിനിഷായി. ഓൾമോസ്റ്റ് ഈ ജൂലൈയിൽ ആകുമ്പോഴത്തേക്കും, ഓഗസ്റ്റ് ആകുമ്പോൾ ഇതെല്ലാം ഇപ്പോൾ കണ്ടതെല്ലാം സെറ്റാണ്. അടുത്ത ഫേസിലേക്ക് നമ്മൾ പോകുന്നത് സ്പോർട്സ് കോംപ്ലക്സ് ആണ്. അതിന് പുറമെ ഇവിടെ താമസിക്കുന്ന എല്ലാവർക്കും, സ്റ്റുഡൻസിനും മറ്റെല്ലാവർക്കും തന്നെ നടക്കാൻ ഒരു ഈവനിങ് വാക്ക് അല്ലെങ്കിൽ മോർണിംഗ് വാക്ക്, അതിനൊക്കെ ഏറ്റവും പറ്റിയ സ്ഥലമാണ്. ഞാൻ പറയായിരുന്നു ഇവിടെ യാതൊരു എക്സസൈസും ആവശ്യമില്ല. ഇതിൽ അങ്ങോട്ടും കൂടെ നടന്നാൽ മതി. കാരണം അല്ലെ, ഒരു ബ്ലോക്കിൽ നിന്ന് അടുത്ത ബ്ലോക്കിലേക്ക് തന്നെ നല്ല ദൂരമുണ്ട്. കൂടാതെ ശുദ്ധവായു, അതിനകത്ത് ഒരു സംശയമില്ല.
ഒരു തരത്തിലുള്ള പൊല്യൂഷനും ഇല്ല, അത്രയ്ക്ക് ഗംഭീരമായ വായു കിട്ടുന്ന സ്ഥലമാണ്. വായു മനസ്സിന് സമാധാനം കാഴ്ചകളും അതെ സീനറി. പക്ഷെ പഠിക്കുമ്പോൾ അത്ര വലിയ സമാധാനമൊന്നും കിട്ടില്ല. പക്ഷെ എന്നാലും ഇതൊക്കെ ഒന്ന് മോർണിംഗ് വാക്കൊക്കെ കഴിഞ്ഞ് പുസ്തകത്തിന്റെ മുമ്പിലിരുന്ന വെരി അലർട്ടായിരിക്കും. അതെ ശരിയാണ്. ഇതാണ് നമ്മൾ മെയിൻ എൻട്രൻസ്. നമുക്ക് അങ്ങോട്ട് ഇതുവഴി തന്നെ കയറാം അല്ലേ? ഓക്കെ. പണി തീർന്നില്ലെങ്കിൽ നമുക്ക് ഇതുവഴി തന്നെ അങ്ങോട്ട് അകത്തേക്ക് കയറാം. അപ്പോൾ നമ്മൾ എന്താ പറയുക, ഇവിടുത്തെ ഏറ്റവും മെയിൻ ലോബിയിലൊക്കെ പ്രവേശിക്കുന്നത്. പക്ഷേ ഈ കാഴ്ച ഇനി നിങ്ങൾക്ക് പിന്നീട് കാണാൻ പറ്റിയെന്നല്ല, കാരണം പടപടയെന്ന് ഇവിടുത്തേക്ക് പണി കഴിഞ്ഞല്ലേ ലോബിയാവും 2 ആഴ്ചക്കുള്ളിൽ. അതെ, പക്ഷേ ഇവിടെ നമുക്ക് ഇപ്പോൾ തന്നെ ഈ അവസ്ഥയിൽ തന്നെ കാണാം എത്രത്തോളം ഗംഭീരമായിരിക്കും എന്നുള്ള കാര്യം. അപ്പോൾ ഇത് നമ്മൾ കഴിഞ്ഞ തവണ വന്ന് ഷൂട്ട് ചെയ്ത അക്കാഡമിക് ബ്ലോക്കിൻ്റെ ഒരു സൈഡാണ് അല്ലേ? മെയിൻ എൻട്രൻസ് ആണ്. ഇപ്പോഴാണ് ഇത് ഓപ്പൺ ആയത്. ഇത് ഇനോഗ്രേറ്റ് ചെയ്തിരിക്കുന്നതാണ് ആ കാണുന്ന ചെല്ലാരം അക്കാഡമിക് ബ്ലോക്ക്. നമ്മുടെ സ്പോൺസറുടെ ഡോണറുടെ പേരാണ് ചെല്ലാരം. ശരി. ബാക്കി ഡോണേഴ്സിന്റെ പേരാണ് അവിടെ എഴുതിയിരിക്കുന്നത്. അപ്പോൾ ഇവിടുത്തെ ഒരു കാര്യം വെച്ചാൽ ഈ ചിന്മയാനന്ദ സ്വാമിജിക്ക് ലോകം മുഴുവൻ ഡിവോട്ടീസ് ഉണ്ട്, അതുപോലെ എല്ലാ സ്ഥാപനങ്ങളിലും അദ്ദേഹത്തിന് ഡിവോട്ടീസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ഇവിടുത്തെ ഓരോ കാര്യങ്ങളും ഓരോരുത്തർ ഡൊണേറ്റ് ചെയ്യുന്ന ഒരു രീതിയാണുള്ളത്. അതുകൊണ്ട് തന്നെ ഒരു ബ്ലോക്ക് ഒരു സ്ഥാപനം അല്ലെങ്കിൽ ഒരു വ്യക്തി ഡൊണേറ്റ് ചെയ്യുന്നു, അടുത്ത സ്ഥാപനം അടുത്തയാൾ, അങ്ങനെ ഒരു തരത്തിലും എന്താ പറയുക അദ്ദേഹത്തിന് ഡിവോട്ടീസിൻ്റെ സഹായം കൊണ്ട് എന്തൊക്കെ കാര്യങ്ങൾ ആഗ്രഹിക്കുന്നു അതെല്ലാം ചെയ്യാൻ പറ്റുന്നൊരു അവസ്ഥയുണ്ട്. കാരണം അത്രയധികം ഫണ്ടിങ് പോലും ഉണ്ട്. അതെ, റിസർച്ച് ഫണ്ടിങ് അത്രയധികം ആദരിക്കപ്പെട്ടിരുന്ന ആളായതുകൊണ്ട് അതിനൊന്നും യാതൊരു ക്ഷാമവും ഇല്ല എന്നാണ് പറയേണ്ടത്. അപ്പോൾ നമ്മളിപ്പോൾ നേരത്തെ പറഞ്ഞല്ലോ, ഇപ്പോൾ അക്കാഡമിക് കാര്യങ്ങൾ പറഞ്ഞു വന്നപ്പോഴത്തേക്കും ഈ ലാബുകളുടെ കാര്യം പറയാം. ലാബൊക്കെ ഫുൾ ഫ്ലെജ്ഡ് ആയോ ഇപ്പോൾ? നമ്മുടെ ഇപ്പം അക്കാഡമിക് ആയിട്ടുള്ള നമ്മുടെ ബിടെക്കിന് വേണ്ട കോഴ്സുകൾക്കുള്ള ലാബുകളും BCAക്ക് വേണ്ട എല്ലാ ലാബുകളും ഓൾറെഡി ഫങ്ഷനിങ് ആണ്. കാര്യം കഴിഞ്ഞ വർഷം ക്ലാസ് തുടങ്ങിയതുകൊണ്ട് എല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ റിസർച്ച് ലാബുകൾ, അതായത് ഫാക്കൽറ്റികളുടെ റിസർച്ച് പ്രോജക്റ്റ് വരുന്ന ഫണ്ടഡ് പ്രോജക്റ്റിൻ്റെ റിസർച്ച് ലാബുകൾ നമ്മളൊരു സെപ്പറേറ്റ് ബിൽഡിംഗ് ആയിട്ടാണ് പ്ലാൻ ചെയ്യുന്നത്. അവിടെ ഓരോരോ റിസർച്ച് ഫണ്ടഡ് പ്രോജക്റ്റുകൾ ഓരോ ഫാക്കൽറ്റിയും ക്യാരി അവിടെ. അപ്പം അതിനായിട്ടാണ് നമുക്ക് അതിൽ സ്റ്റുഡൻസിന് അവർക്ക് ഇന്റേൺഷിപ്പായിട്ടോ അവരുടെ സ്റ്റഡീസിൻ്റെ പാർട്ടായിട്ട് ഈ റിസർച്ച് വർക്കുകളിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാം. പ്രോജക്റ്റുകൾ അവർ പ്രോജക്റ്റ് ചെയ്യുന്നത് വഴി ഇതിൽ സഹകരിക്കാനും പഠിക്കാനും പറ്റും, വിഷയങ്ങളെ കുറിച്ച് പഠിക്കാനും പറ്റും. അതുപോലെ ഇപ്പോൾ ഈ ഒരു ചെല്ലാരം ബ്ലോക്കിൽ എന്തൊക്കെയാണ് മെയിനായിട്ടുള്ള ആക്ടിവിറ്റീസ് എന്തൊക്കെയാണ്? ഇതിൽ ആണ് ബിടെക്കിൻ്റെയും BCAയുടെയും മറ്റു കോഴ്സുകളുടെയും ഇവിടെ നടക്കുന്ന ഇപ്പോൾ ഈ ക്യാമ്പസിൽ നമ്മൾ പ്ലാൻ ചെയ്തിട്ടുള്ള എല്ലാ കോഴ്സുകളും അക്കാഡമിക് കാര്യങ്ങളെല്ലാം ഈ അക്കാഡമിക് ബ്ലോക്സിലാണ് നടത്തുന്നത്. ക്ലാസ്സുകൾ, ലാബ്, പിന്നെ നമ്മുടെ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസുകൾ ഇതിൻ്റെ 6th ഫ്ലോറിലാണ്. പിന്നെ നമ്മുടെ IEDC സെൻറ്റർ, IEEEയുടെ സെൻറ്റർ, ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നമ്മളിതിനകത്ത്. നമുക്കിപ്പോൾ ഓൾറെഡി എഞ്ചിനീയറിംഗിൽ IEEE സ്റ്റുഡൻറ്റ് ബ്രാഞ്ചും അതുപോലെ തന്നെ 3 സൊസൈറ്റി നമ്മൾ ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തു. പിന്നെ സ്റ്റാർട്ടപ്പ് മിഷൻ്റെ IEDC നമുക്ക് അപ്രൂവ് ആയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു റൂം നമുക്കിപ്പോൾ വരുന്നുണ്ട്. അപ്പോൾ ചെല്ലാരം ബ്ലോക്കിൽ ഇപ്പോഴും പണി നടന്നുകൊണ്ടിരിക്കുകയെന്ന് ഞാൻ പറഞ്ഞല്ലോ. ഇപ്പം നമുക്ക് ഇതിൻ്റെ ഉള്ളിലൂടെ നടന്ന് അങ്ങനെ അങ്ങ് പോകാം അല്ലേ? അപ്പോൾ ഇപ്പോൾ രാവിലെ 8 മണി ആയിട്ടേ ഉള്ളൂ. അതുകൊണ്ട് ഇവിടെ ആളൊന്നും എത്തിയിട്ടില്ല. നമ്മൾ പിന്നെ എപ്പോഴും വെളുപ്പിനെ ഷൂട്ട് തുടങ്ങുന്ന സ്വഭാവം ഉള്ളതുകൊണ്ടാണ് നേരത്തെ ഇവിടെ വന്നിരിക്കുന്നത്. അപ്പം നമുക്ക് ഈ ചെല്ലാരം ബ്ലോക്ക് ഫുള്ളി ഫങ്ഷണൽ ആകുമ്പോൾ എന്തൊക്കെയാണ് ഇവിടെ ഉള്ള കാര്യങ്ങൾ? ഇതിൽ ഈ മെയിൻ ബ്ലോക്കിൽ എന്തൊക്കെയാണ് ഉണ്ടാവുക? ഇവിടെ ക്ലാസ് റൂംസ്, പിന്നെ അഡ്മിനിസ്ട്രേറ്റീവ് കാര്യങ്ങൾ, പിന്നെ ക്ലാസ് റൂം, പിന്നെ ഫാക്കൽറ്റി റൂംസ്, പിന്നെ വൈസ് ചാൻസലർ തൊട്ട് എല്ലാവർക്കും ഉള്ള ചേംബേഴ്സൊക്കെ ഇവിടുത്തെ ഈ ബിൽഡിങ്ങിൽ തന്നെയാണ്. പിന്നെ കുട്ടികൾക്കുള്ള ലാബുകൾ, അതായത് ടീച്ചിങ് ലബോറട്ടറി ഫോർ BTech, പിന്നെ കമ്പ്യൂട്ടർ സയൻസിൻ്റെ വേരിയസ് ലാബ്സ്, അതെല്ലാം ഈ ബിൽഡിങ്ങിൽ തന്നെ ആയിരിക്കും. അതുകൂടാതെ ലാബുകളുടെ തന്നെ വേറൊരു ബിൽഡിംഗ് വരുന്നുണ്ട്, IEDC. അപ്പോൾ അവിടെ നമ്മൾ എന്താ ചെയ്യാൻ വെച്ചാൽ ഫാക്കൽറ്റി എല്ലാം അവർക്കെല്ലാം സ്പോൺസേഡ് റിസർച്ച് കിട്ടുന്നുണ്ട്. ഇപ്പോൾ നമ്മുടെ ഡോണേഴ്സ് തന്നെ പലരും ലാബുകൾക്ക് വേണ്ടിയിട്ട് ഡൊണേഷൻ തന്നിട്ടുണ്ട്. അതിന് പുറമെ മറ്റ് ഗവൺമെൻറ് ഏജൻസികളിൽ നിന്ന് മറ്റും ഫാക്കൽറ്റിക്ക് പ്രോജക്ട്സ് കിട്ടും, റിസർച്ച് പ്രോജക്ട്സ്.
അപ്പോൾ ഈ റിസർച്ച് പ്രോജക്ട്സ് നടത്താൻ വേണ്ടി അതിനുള്ള സ്ഥലം പ്രത്യേക ലാബോറട്ടറി, ഇത് വെറും സ്റ്റുഡൻസ് ട്രെയിനിങ് ലാബോറട്ടറി. റിസർച്ച് ലാബോറട്ടറി ആ ബിൽഡിങ്ങിലായിരിക്കും. അപ്പോൾ അതിൽ ഫിസിക്സ്, കെമിസ്ട്രി എല്ലാം ഉണ്ടാവും. കമ്പ്യൂട്ടർ സയൻസ് ലാബോറട്ടറി ഇവിടെയാണോ ഉണ്ടാവുന്നത്? അത് സെപ്പറേറ്റ് ബിൽഡിങ്ങിലാണ് ഉണ്ടാവുക. അതുപോലെ പിന്നെ നമ്മൾ ഈ പറഞ്ഞ IBM-നുമായിട്ട് MOU സൈൻ ചെയ്തപ്പം IBM-ന്റെ ഒരു സോഫ്റ്റ്വെയർ ലാബാണ് എമർജിംഗ് ടെക്നോളജീസ് എന്ന് പറഞ്ഞൊരു ലാബ് സെറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അവിടെ നിന്നാണ് നമുക്ക് കരിക്കുലവും നമുക്ക് വേണ്ട ഈ ഇൻ്റഗ്രേറ്റഡ് കോഴ്സസിൻ്റെ എല്ലാ മെറ്റീരിയൽസും അവിടെ നിന്ന് പ്രൊവൈഡ് ചെയ്യും. അവിടെ എല്ലാ IBM-ന്റെ സോഫ്റ്റ്വെയർസ് അവൈലബിൾ ആയിരിക്കും. അത് ഫാക്കൽറ്റിക്കും സ്റ്റുഡൻസിനും യൂസ് ചെയ്യാം. അപ്പോൾ ഈ റിസർച്ച് ലാബുകളിൽ സ്റ്റുഡൻസ് PhD സ്റ്റുഡൻസ് ജോയിൻ ചെയ്ത് അവർക്ക് PhD-ക്കുള്ള വർക്ക് ചെയ്യാൻ പറ്റും. അതിന് പുറമെ ഈ വിദ്യാർത്ഥികൾക്ക് തന്നെ ഇവിടെയുള്ള BTech എഞ്ചിനീയറിംഗ് സ്റ്റുഡൻസിന് തന്നെ അവരുടെ ഫൈനൽ ഇയറിലൊക്കെ പ്രോജക്റ്റുകൾ ഉണ്ടാവും. അപ്പോൾ അവർ ഈ പ്രോജക്റ്റിൽ വരുന്നത് കൊണ്ട് അവർക്ക് ഈ ഒരു എക്സ്പോഷർ കിട്ടും. റിസർച്ച് ആക്ച്വൽ ഫ്രോണ്ടിയർ റിസർച്ച് എന്താണെന്നുള്ളതിനെക്കുറിച്ച് അവർക്കൊരു എക്സ്പോഷർ കിട്ടും. അതൊരു ട്രെയിനിങ്ങിൻ്റെ ഒരു ഭാഗമായിട്ട് വരും. അങ്ങനെ ഈ കുട്ടികൾ അങ്ങോട്ട് വന്ന് ആ ലാബിൽ വന്ന് അവിടെ വർക്ക് ചെയ്യും. ഇപ്പോൾ ഉദാഹരണത്തിന് ഇപ്പോൾ കെമിസ്ട്രി ഡിപ്പാർട്ട്മെൻറ്റിന് ഒരു ഫണ്ടിങ് കിട്ടിയിട്ടുണ്ട്. അത് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മളുടെ സയൻറ്റിഫിക് മെത്തേഡ് അനുസരിച്ച് IKS റിലേറ്റഡ് ആയിട്ടുള്ള നോളജ് ടെസ്റ്റ്, ചില ഹെർബ്സ്, അങ്ങനെയുള്ള ചില കാര്യങ്ങളുണ്ടല്ലോ, അത് ഇന്നും മോഡേൺ സയൻസിൻ്റെ മെത്തേഡ് ഉപയോഗിച്ച്, സയൻറ്റിഫിക് മെത്തേഡ് ഉപയോഗിച്ച് ഇനിയും പരീക്ഷിക്കാനുള്ള പല കാര്യങ്ങളുണ്ട്. അത്തരം ചില കാര്യങ്ങൾ അവർ ഐഡൻറ്റിഫൈ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിലാണ് റിസർച്ച് ഇപ്പോൾ തുടങ്ങുന്നത്. അതിനൊരു 80 lakhs ഫണ്ടിങ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അത് വെച്ച് നമ്മൾ ഇൻസ്ട്രുമെൻ്റൊക്കെ വാങ്ങാനുള്ള കൊട്ടേഷനൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ ഉടനെ തന്നെ ഒരു മാസത്തിനുള്ളിൽ ഇതെല്ലാം തുടങ്ങി കെമിസ്ട്രി റിസർച്ച് തുടങ്ങാനുള്ള ഒരു സ്ഥിതിഗതിയിലാണ് നമ്മൾ നിൽക്കുന്നത്. പിന്നെ PhD സ്റ്റുഡൻസിന് ജോയിൻ ചെയ്യാം, അവർക്ക് വർക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ചുരുക്കം പറഞ്ഞാൽ നമ്മളിപ്പോൾ ഈ യൂണിവേഴ്സിറ്റി ഇപ്പോൾ ഈ ഒരു ക്യാമ്പസിലേക്ക് എത്തിയിട്ട് വളരെ കാലം ആയില്ലെങ്കിൽ പോലും ഒരു കുതിച്ചുചാട്ടമാണ് പെട്ടെന്ന് തന്നെ. ഇപ്പോൾ IBM പോലുള്ള ലോകത്തിലെ ഏറ്റവും വലിയൊരു കമ്പനി ഉൾപ്പെടെ വന്നു കഴിഞ്ഞു യൂണിവേഴ്സിറ്റിയുടെ ഭാഗമായിട്ട്. അപ്പോൾ ആ രീതിയിലാണ് യൂണിവേഴ്സിറ്റിയുടെ ഒരു മുന്നോട്ടുള്ള പോക്കെന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ എന്തായാലും ലോകോത്തര യൂണിവേഴ്സിറ്റി അല്ലെങ്കിൽ ലോകോത്തര നിലവാരമുള്ള ഒരു യൂണിവേഴ്സിറ്റിയാണ് നമുക്ക് കേരളത്തിലേക്ക് ഇപ്പോൾ കിട്ടിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇവിടെ പഠിക്കാൻ തീർച്ചയായിട്ടും താല്പര്യം ഉണ്ടാവും. ക്യാമ്പസ് കണ്ടു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. ഇപ്പോൾ നേരത്തെ നമ്മൾ പറയുമായിരുന്നു, ഇവിടെ ഒന്ന് വന്ന് കണ്ടാൽ മതി, നിങ്ങൾ തീർച്ചയായിട്ടും ഇവിടുത്തെ അല്ലേ ഈ ക്യാമ്പസ് വിട്ടുപോകില്ല. ആ രീതിയിൽ മനോഹരമായ ക്യാമ്പസും അതുപോലെ തന്നെ ഫാക്കൽറ്റി. ഇപ്പോൾ സാറിൻ്റെ കാര്യം തന്നെ നമുക്കറിയാമല്ലോ, ഇത്രയും വർഷം IIT-യിലൊക്കെ പഠിപ്പിച്ചിട്ട് വന്നവരൊക്കെയാണ് ഇവിടുത്തെ ഫാക്കൽറ്റിയിലുള്ളത്. പിന്നെ അതെ നമ്മുടെ ആർട്ടിക്ക് പോകാൻ പോകുന്ന മിസ്സൊക്കെയാണ് ഇനി നിങ്ങളെ പഠിപ്പിക്കാൻ പോകുന്നതെന്ന് മനസ്സിലാക്കുക. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ഗംഭീരമായ ഫാക്കൽറ്റി, ഗംഭീരമായ ക്യാമ്പസ്, എല്ലാ തരത്തിലുള്ള ഇൻഫ്രാസ്ട്രക്ചറും, ഗംഭീരമായ ഹോസ്റ്റൽ, ഈവൻ ഫുഡിൻ്റെ കാര്യം പോലും നമ്മൾ കണ്ടു കഴിഞ്ഞു. അങ്ങനെ എല്ലാ തരത്തിലും ലോകോത്തരമായ ഒരു യൂണിവേഴ്സിറ്റിയാണ് നിങ്ങളെ കാത്തിരിക്കുന്നത്. അപ്പോൾ വെബ്സൈറ്റിൽ പോവുക, എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടതെന്നൊക്കെ നോക്കുക, എന്നിട്ട് അപ്ലൈ ചെയ്യുക. അപ്പോൾ എന്തായാലും അതിനെല്ലാം നമ്മൾ ചിന്മയാനന്ദ സ്വാമിക്കാണ് നന്ദി പറയേണ്ടത്. ലോകത്തിലെ ഏറ്റവും അധികം ആരാധകരുള്ള ഒരു സ്വാമിജിയാണ്. അദ്ദേഹത്തിൻ്റെ അനുഗ്രഹം തീർച്ചയായിട്ടും ഈ ഒരു സ്ഥാപനത്തിൽ ഉണ്ടാകുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അപ്പോൾ അദ്ദേഹത്തോടും അദ്ദേഹത്തിൻ്റെ പാതാരബിന്ദങ്ങളിൽ സാഷ്ടാംഗം പ്രണമിച്ചുകൊണ്ട് നമുക്ക് അവസാനിപ്പിക്കാൻ തോന്നുന്നു. അപ്പോൾ താങ്ക് യു മിസ്. താങ്ക് യു സർ. താങ്ക് യു. അപ്പോൾ വീഡിയോ ഉണ്ട് എല്ലാവർക്കും നന്ദി. ബൈ.